പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ഈ സേഫ്റ്റി പ്രൊഫഷണൽ ആകാൻ സേഫ്റ്റി ടെക്കിൽ തന്നെ പഠിക്കണം, പരിശീലിക്കണം. എന്തുകൊണ്ട്? അതാണ് ഇന്നത്തെ വിഷയം. കാരണം ഇന്ന് ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു തൊഴിൽ തേടി അലയുന്നുണ്ട്. അപ്പം ഇതിൽ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഉന്നത നിലവാരത്തിൽ എത്താൻ പറ്റുന്ന, നല്ല സാലറിയുള്ള, എന്നാൽ ജോബ് വളരെ ഫ്രീ ആയിട്ടുള്ള, ഒരുപാട് റിക്വയർമെൻ്റ് ഉള്ളൊരു മേഖലയെ പറ്റി അറിയാതെ പോകുന്നതാണ് പലരുടെയും പ്രശ്നം. അത്തരത്തിൽ ഒരു +2 മുതൽ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് മുതൽ മുകളിലോട്ടുള്ള ഏത് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്കും, അത് ഏത് പ്രായക്കാർക്കും കേവലം 1 മാസം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സിലൂടെ, ഫുൾ ടൈം ആയിട്ടുള്ള ക്രാഷ് കോഴ്സാണ്, അതിലൂടെ അത്യുന്നതമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാർ കാലങ്ങളായി, എത്രയോ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ട് സേഫ്റ്റി ടെക്കിൽ ഇവിടെ വന്ന് പഠിച്ച് എറണാകുളം ആസ്ഥാനമായി എൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ മാറുന്നതനുസരിച്ച് എബ്രോഡിലേക്ക്, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത്. ആ സാധ്യത മനസ്സിലാക്കി സിലബസുകൾക്ക് കൃത്യമായ രീതിയിൽ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് ഇവിടെ തൊഴിൽ തേടി അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻസ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് അവരെന്താണോ ചെയ്യാനുള്ളത് അവരുടെ തൊഴിലിനെ സംബന്ധിച്ച് വ്യക്തത കൊടുത്തുകൊണ്ട് ജോലി സാധ്യതകൾ കാട്ടിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് സേഫ്റ്റി ടെക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സേഫ്റ്റി ടെക്കിന് മാത്രമായ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. 1989 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതേ രംഗത്ത് തുടരുകയാണ്. ഈ പറയുന്ന രീതി നിരവധി ഇൻഡസ്ട്രികളുടെ റിസ്ക് അസസ്മെന്റ്, സേഫ്റ്റി ഓഡിറ്റ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥി പഠിച്ചു കഴിഞ്ഞ് എവിടെ ജോലിക്ക് പോയാലും അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പല കമ്പനികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നല്ലേ കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയുള്ളൂ, തിയറി സൈഡും പ്രാക്ടിക്കൽ സൈഡും. അതുകൊണ്ടാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേകത, എവിടെയും ഒരു പരിഗണന കിട്ടുന്നത്. തന്നെയല്ല, കേവലം 1 മാസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പം എന്തുകൊണ്ടാണത്? അത് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഒരുപാട് തൊഴിലുകൾക്ക് വേണ്ടി പലതും പഠിച്ച് ഇപ്പം ബിടെക്കും MBAയും അല്ലെങ്കിൽ IATA കോഴ്സുകൾ, നിരവധി കോഴ്സുകൾ കഴിച്ചിട്ടും അവർ ഉദ്ദേശിക്കുന്ന തലത്തിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ആർക്കും, ഏത് രംഗത്ത് പഠിച്ചിട്ടുള്ളവർക്കും, ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഈവൻ +2 കഴിഞ്ഞിട്ടുള്ളവർക്കും ടോട്ടൽ ബ്ലാങ്ക് ആണ് ഈ വിഷയത്തെ പറ്റിയെങ്കിലും നമ്മളിവിടെ നല്ല ബെസ്റ്റായിട്ട് 1 മാസം കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് ഒരു ആത്മവിശ്വാസമാക്കി അവർക്ക് ആവശ്യമായ സർട്ടിഫിക്കേഷൻസും ഒക്കെ നൽകി നല്ല ഉന്നതമായ ഒരു തലത്തിലേക്ക് അവർക്കൊരു ഭാവി ശോഭനമാക്കി കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇതിനുശേഷം നമുക്ക് നെബോഷ് പോലുള്ള ഇന്റർനാഷണൽ കോഴ്സുകൾ, അതൊരു ഷോർട്ട് ടൈം കോഴ്സാണ്, പല അക്രഡിറ്റേഷൻ സെന്ററുകളിലും അതൊക്കെ നടത്തുന്നുണ്ട്. ഈ നെബോഷയ്ക്ക് പാസ്സാകാനും ഈ പറയുന്ന 1 മാസം ഫൗണ്ടേഷൻ കോഴ്സ് മസ്റ്റാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം, ഇവിടെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞു പോകുന്നവർ നെബോഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ 100% പല ബാച്ചിനകത്തും വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 98% പല ബാച്ചിനകത്തും 100% തന്നെ എഴുതുന്ന കംപ്ലീറ്റ് ആൾക്കാർക്കും സെലക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് നെബോഷിലേക്ക്. കാരണം ഈ മാറി വരുന്ന സ്റ്റാൻഡേർഡുകളെ തിയറി സൈഡും പ്രാക്ടിക്കൽ സൈഡും കൃത്യമായിട്ട് കൊടുക്കും. നെബോഷ് ചിലർ പാസ്സായിട്ടുള്ളവർ ഇവിടെ പഠിക്കാനായിട്ട് വരും, കോച്ചിങ് എടുക്കാൻ വരും. എന്തിനാണെന്നറിയാമോ? ടെക്നിക്കൽ സൈഡ് അറിയാം. നെബോഷ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. UK സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സേഫ്റ്റിയുടെ നോംസ് പഠിക്ക് കൃത്യമാണെങ്കിൽ മാത്രമേ നെബോഷ് സർട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതൊന്നും അറിയാതെ ചിലർ നെബോഷ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സേഫ്റ്റി ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പോയി ജോയിൻ ചെയ്യും. കേവലം 10-12 ദിവസം അതിനുശേഷം ഒരു ഇത് കഴിഞ്ഞ് എക്സാമിനേഷൻ കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം പലപ്പോഴും നമുക്ക് ജോലി ലഭിക്കുകയില്ല. എന്താണോ നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ളത് അതിനെ സംബന്ധിച്ച്, ആ തൊഴിലിനെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവനവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ആ ജോലി ലഭിക്കുകയുള്ളൂ. ഞാൻ തന്നെ പല ഇന്റർവ്യൂവിലും പങ്കെടുക്കുന്ന ആളാണ്. ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാൻ പല കമ്പനിക്കാരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അവരോടൊപ്പം ഇരുന്ന് സേഫ്റ്റിയിലേക്ക് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. പലരും സർട്ടിഫിക്കറ്റ്സുകളെ കൊണ്ട് നിരത്തും മുന്നിൽ, പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്കൽ സൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ സൈഡും മാനേജ്മെന്റ് സൈഡും കൃത്യമായ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് നെബോഷിന്റെ എക്സാമിനേഷന് ശേഷം പോകുന്നവരെല്ലാം പെട്ടെന്ന് പാസ്സാകുന്നു എന്നുള്ളതാണ്. തന്നല്ല, ലാംഗ്വേജ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള
നിരവധി സെക്ഷൻസ് കൊടുക്കുന്നുണ്ട്, മനഃശാസ്ത്രപരമായിട്ട് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ ടോട്ടൽ പരിവർത്തനമാണ് ഇവിടെ എത്തുന്നതിലൂടെ സംഭവിക്കുന്നത്. അതും ദീർഘനാളത്തെ എഫർട്ടൊന്നും വേണ്ട, ഒറ്റ മാസം കൊണ്ട്. ഒരു മാസം കൊണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മാസം സർട്ടിഫിക്കേഷൻ കൊണ്ട് ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കൊണ്ടല്ല, ആ വ്യക്തിയുടെ ഉള്ളില് ശരിക്കും ഒരു നോളജ് ഉണ്ടാവണം. പിന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു ബാക്ക് സപ്പോർട്ടാണ്, ഒരു എൻട്രി ടിക്കറ്റാണ്. അത് നമ്മൾ ബാക്ക് ഡേറ്റ് ഇട്ട് ഡിപ്ലോമയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കൊടുക്കും. എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കാൻ സാധിക്കുക? ഒരു മാസം കൊണ്ട് ആളെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്, ഞാൻ തരുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്, ബാക്ക് ഡേറ്റ് ഇട്ട് എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ന് കൊടുത്താൽ അതിപ്പം എക്സ്പീരിയൻസ് ആയിരിക്കണം ആള്. അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സർവീസാണ്. തന്നല്ല, ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ, ഇപ്പൊ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതിലൂടെ ഒരു ജോലി കിട്ടിയാൽ തന്നെ ക്രോസ് വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ, ദീർഘനാളായിട്ട് പ്രവർത്തിക്കുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സേഫ്റ്റിയിൽ വന്നിരിക്കുന്ന കാരണം, ഒരുപാട് മാൽ പ്രാക്ടീസ് ഒക്കെ ഈ രംഗത്തുള്ളത് കാരണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തെ സെലക്ട് ചെയ്യുമ്പോൾ കഴിവ് നിങ്ങൾ അവിടെ പോയി തന്നെ നേരിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളിടത്ത് തന്നെ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് ആൾക്കാർ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം. ഏതായാലും ട്രമൻഡസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒരു മേഖലയാണ് HSC എഞ്ചിനീയറിംഗ്, ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. അതിൽ ഒരിക്കലും സ്കേഴ്സിറ്റി ഉണ്ടാകില്ല, ഡിമാൻഡ് കൂടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം. ഏകദേശം സാലറി ആണെങ്കിലും ഒരു 40,000 എബവ്, സാധാരണ കൺസ്ട്രക്ഷൻ കമ്പനികൾ അവിടെയൊക്കെ ആണെങ്കിലും 40,000 എബവ് 1 lakh വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനിയും സ്വദേശത്തും നമുക്ക് ജോലി ലഭിക്കുന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? നിരവധി പ്ലേസ്മെന്റ് സെൽസിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിക്കാറുണ്ട്, ഇവിടുന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് നല്ല നല്ല തലത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഒരു വ്യക്തിയെ ഫ്രഷ് ആയിട്ട് കിട്ടിയാൽ അവരെ കൃത്യമായ രീതിയിലെല്ലാം മനസ്സിലാക്കി ഇനി നിബോ സ്റ്റാൻഡേർഡിൽ തന്നെ പഠിപ്പിച്ച് ഇനി ആ പരീക്ഷ പാസ്സാകാനും തന്നെയല്ല ഒരു ജോലിയിലോട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ പലരും നല്ല നല്ല ഹയർ സാലറിയിൽ ഓരോ സ്ഥലത്തേക്കും ജോലിക്ക് കയറുന്നു. കഴിഞ്ഞ ബാച്ചിനകത്തൊക്കെ പ്രവേശിച്ചിരുന്ന പലരും ആ ബാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെലക്ഷനായി. അത് കഴിഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഷിപ്പ് യാർഡ്, എയർപോർട്ട്, കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഓയിൽ ഇൻഡസ്ട്രി, ഓഫ് ഷോർ, ഓൺ ഷോർ, അവിടെയൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ സാലറിയാണ്. അപ്പൊ ഇത്തരത്തില് നല്ലൊരു ഗൈഡ് ലൈൻസ്, ഒരു കരിയർ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും ഇവിടെ മോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, 100% നമുക്ക് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുന്നു. ഈ 1 മാസ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റം തന്നല്ല. ഇവിടെ എൻ്റെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവിടെ റെന്റലൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല ഈ പാക്കേജിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൊടുത്ത് പരിപൂർണമായിട്ടും ഒരു വ്യക്തിയെ, അതായത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഏത് വ്യക്തികളെയും ഇവിടെ എത്തിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം കാലം വൈകാതെ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത്യുന്നതമായ ഒരു തലത്തിലേക്ക് ഭാവി നമ്മൾ ശോഭനമാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും പല സ്റ്റുഡൻസിലേക്കും പേരൻസിലേക്കും കിട്ടാതെ വരുന്നതാണ് വളരെ കഴിവുള്ള പ്രഗത്ഭമതിയായിട്ടുള്ള കുട്ടികൾ ചുറ്റിത്തിരിഞ്ഞു പോകുന്നു. അപ്പൊ അതിന് ഇതൊരു ദിശ സൂചികയായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിയുക, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.